ഹലോ ഓൾ, വെൽക്കം ടു എജിപോഡ്. മക്കളെ, ഇതേ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും തകർത്ത് പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും എന്ന് മിസ്സിന് അറിയാം. ഇന്ന് മിസ് വന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്ത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെയോ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഒക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബുക്ക് മാറിയിട്ടില്ല അല്ലെ? 8ന്റെയും 10ന്റെയും ബുക്സ് ആണ് മാറിയിട്ടുള്ളത്. നിങ്ങളുടെ ബുക്ക് സെയിം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ കുഞ്ഞു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ അല്ലേ? നിങ്ങളുടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞു മാറ്റങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെയാണ്. നോക്കിയാലോടാ. യെസ്, എന്താണ്? നമുക്ക് ആകെ 2 യൂണിറ്റ് ആയിരുന്നു എക്സാമിന് ഉണ്ടായിട്ടില്ലേ അല്ലേ? 2 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഫൂൽ കവിത കി യേ പങ്ക്തിയാം പഠേ. ഫൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള വരികളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വരികളാണ്. ആ വരികൾ നിങ്ങളുടെ അടുത്ത് വായിച്ചിട്ട് ഏതിന്റെയൊക്കെ ആൻസർ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്? 1, 2, 3 കണ്ടോ? 1 say 3 എന്നാ പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ വരി വായിക്കാണ് വേണ്ടിയത്. കണ്ടോ, ഇവിടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഫൂൽ എന്ന ചാപ്റ്ററത്തേതാണ്. അത് വായിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് നോക്കിയോളൂ. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വഞ്ചിത് ഹോന സേ ക്യാ താത്പര്യ ഹേ. എന്താടാ? വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? നമ്മുടെ കവിയുടെ മക്കള് അവരെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിന്റെ അർത്ഥം എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരും. MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് അങ്ങനെ ഓപ്ഷൻസ് തരും. അതിന് ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതാണ് MCQ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുത്ത് എഴുതാ വേണ്ടിയത്. അപ്പം വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താടാ? ഖുഷി, സന്തോഷമാണോ? ഗുസ്സ, ദേഷ്യമാണോ? അല്ല. ഒരു സംഘർഷാവസ്ഥയാണോ? അല്ല. അലഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണോ? അല്ലേ? ലാസ്റ്റിലതല്ലേ? ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? നിങ്ങൾക്ക് 1 മാർക്കാണ് അതിന് വരുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് 1 മാർക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? ബച്ചേ ഫൂലോं की पहचान से वंचित हो गए क्यों? എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ ഈ കുട്ടികള് പൂക്കൾ എന്താന്ന് അറിയാതെ വഞ്ചിക്കപ്പെട്ടു. എന്തുകൊണ്ട് എന്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു? നമ്മുടെ ഈ ബച്ചോം, നമ്മുടെ കുട്ടികളുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ കവി എന്ത് ചെയ്തു? ആള് കുറെ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചു. ഒരു പ്ലാസ്റ്റിക് ഗാർഡൻ തന്നെ വീട്ടിൽ സെറ്റ് ചെയ്തു. അപ്പൊ മക്കൾക്ക് എന്ത് പറ്റിയില്ല? ഒറിജിനൽ പൂക്കൾ എന്താണെന്നും അത് എന്താണെന്നും മനസ്സിലാക്കാനും പറ്റിയില്ല. മനസ്സിലാക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അവര് വഞ്ചിക്കപ്പെട്ടവരായി. അങ്ങനെയല്ലായിരുന്നു ആൻസർ. നിങ്ങൾക്ക് ഈ ലൈൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അതിനാണ് നിങ്ങൾക്ക് ഫസ്റ്റിൽ അങ്ങനെ കൊടുക്കുന്നത്. അത് കറക്റ്റ് വായിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? പ്രകൃതി കാ കരോ സമ്മാൻ യഹി ഹേ ജീവൻ കാ മാൻ का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. മക്കളുടെ അടുത്ത് പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നേടാ. എന്താണ്? നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നിട്ടുണ്ട്. ഇത് എവിടെ കണ്ടോ? പ്രകൃതി കാ കരോ സമാൻ യഹി ഹേ ജീവൻ കാ മാൻ. എന്താണ് അതിന്റെ അർത്ഥം? അതായത് പ്രകൃതിയെ ബഹുമാനിക്കൂ, പ്രകൃതിയെ ബഹുമാനിക്കൂ. അതാണ് എന്ത്? നമ്മുടെ ജീവന്റെ ഒക്കെ ഒരു മൂല്യം, ഒരു ആധാരം പ്രകൃതിയെ ബഹുമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രകൃതി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കണ്ണുപൂട്ടി വിചാരിച്ച് ഉറപ്പിച്ചോ എന്താണ്? പ്രകൃതിയെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. 4 മാർക്കാണ്. പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കണം? ആദ്യം തന്നെ മക്കള് ബോക്സ് വരയ്ക്കണം. അത് മറക്കരുത് കേട്ടോ. നിങ്ങള് പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ എന്താണ്? ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് വേണം നല്ലൊരു ഹെഡിങ് കൊടുക്കാൻ. നല്ലൊരു ഹെഡിങ് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വാചകം എഴുതാം. എന്താണ്? പേഡ് ബച്ചാവോ എന്നൊക്കെ എഴുതാം. ഒരുപാട് എണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് വേർഡ് വേണമെങ്കിലും ഇവിടെ അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ അല്ലേ? പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഇനി പിക്ചർ വരയ്ക്കാൻ അറിയുന്നവർക്ക് പിക്ചർ വരയ്ക്കാം. ഒക്കെ ചെയ്യാം. നിങ്ങൾ ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യണം? ബോക്സ് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. സെറ്റ് അല്ലേ? യെസ്. ഇനി നോക്കിയേ, ഇതിലൊരു അഥവാ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അഥവാ എന്ന് പറഞ്ഞാൽ ഓർ. നിങ്ങൾക്ക് മൂന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഇഷ്ടമുള്ളത് എഴുതാം. നന്നാക്കി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പ്രകൃതി സേ ഹേ ഹമാരാ ജീവൻ ഉസ്കാ സംരക്ഷൺ ഹമാരാ ദായിത്വ വിഷയ് പർ ലഘുലേഖ് തയ്യാർ. ലഘുലേഖനം നിങ്ങളുടെ അടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? എന്തിനെ കുറിച്ചിട്ട്? പ്രകൃതി സേ ഹേ ഹമാരാ ജീവൻ ഉസ്കാ സംരക്ഷൺ ഹമാരാ ദായിത്വ. എന്താണ്?
പ്രകൃതിയിലാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ ഉള്ളത്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ദായിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത്? സംരക്ഷിക്കുക എന്നുള്ളത്. അതിനെ കുറിച്ചിട്ട് ഒരു ലഘുലേഖനം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. സെയിം 4 മാർക്ക് തന്നെയാണ് അതിന്റെ കേട്ടോ. ലഘുലേഖനം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? മിസ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നപ്പം. എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് മിസ് ഒരു ലേഖനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രകൃതിയിൽ മരങ്ങൾ മുറിക്കാതിരിക്കുക, അവയെ സംരക്ഷിക്കണം, നമുക്ക് ജീവിക്കേണ്ട ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് വേണ്ടിയത്. മിസ് ഓൾറെഡി തന്നിട്ടുണ്ട്, നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി. പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട് ഒരു ലഘുലേഖനം. ഓക്കെ അല്ലേ? 4 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നോക്കിയേടാ, ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗൈ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾക്ക് 3rd യൂണിറ്റിലെ ചാപ്റ്റർ ആണ് അത്. നമ്മൾ എക്സാമിന് 2 ചാപ്റ്ററേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? പക്ഷേ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 3rd യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ 3rd യൂണിറ്റിലെ ചാപ്റ്റർ? എടുത്തവരൊന്ന് കമന്റ് ചെയ്യട്ടോ. ആ മിസ്സേ സ്കൂളിൽ എടുത്തിട്ടുണ്ട്, എക്സാമിന് വരുമെന്ന് സ്കൂളിലെ മിസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേടാ. ആരൊക്കെയാണോ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ആ ചാപ്റ്റർ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, അത് വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ മക്കൾ വിട്ട് കളഞ്ഞേക്ക്. ഓക്കെ അല്ലേ? പക്ഷേ അതേപോലെ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്ന് മിസ് പറഞ്ഞു തരാം. ഇവിടെ ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കണ്ടോ, ഈ ചാപ്റ്ററിലെ ഒരു അംശം തന്നിട്ടുണ്ട്, ഒരു ഭാഗം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? 4 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെ, നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് തരും? ഇതേപോലെ ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇവിടെ 4, 5 എല്ലാം ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? പാരഗ്രാഫ് തരും, ക്വസ്റ്റ്യൻ വരും, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? യെസ്, ഇത് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ക്വസ്റ്റ്യൻ നിങ്ങളുടെ 3rd യൂണിറ്റിലെ ചാപ്റ്ററിൽ നിന്ന് വന്നാണ്. നമുക്കത് മാറ്റി വെക്കാം. ഇവിടെ അതെ ഒരു ഡയറി ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒരു ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ ഒരു ഡയറി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഡയറി ചോദിച്ചാൽ എങ്ങനെയാ എഴുതുക? മിസ് അതും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡയറി സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം എന്നൊരു ഫോർമാറ്റ് മിസ് ഓൾറെഡി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഡയറിയുടെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡയറി ചോദിക്കുന്നത്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേടാ? യെസ്. പിന്നെ ദേ ഇവിടെ ഒരു റപ്പട്ട് ചോദിച്ചിട്ടുണ്ട്. റപ്പട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിപ്പോർട്ടായിരുന്നു, ഒരു ന്യൂസ് റിപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ പത്രവാർത്തയായിരുന്നു. എങ്ങനെ എഴുതാന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഒരു ബോക്സ് വരയ്ക്കണം, ഹെഡിങ് കൊടുക്കണം, ഹെഡിങ് കൊടുത്തിട്ട് എവിടെയാണ് സ്ഥലം എന്ന് കൊടുക്കണം, സംഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതണം എന്നൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റിപ്പോർട്ട് അങ്ങനെയാണ് തയ്യാറാക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരു ബോക്സ് ആണ്, ഹെഡിങ്ങും ബോക്സും നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് എവിടെയാണോ സ്ഥലം അത് കൊടുക്കുക. നമ്മൾ പത്രത്തിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബോക്സ് ആക്കി ഒരുപാട് ന്യൂസുകൾ വരുന്നത്? അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ സ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്ന് കണ്ടിട്ടില്ലേ? അതേപോലെ സ്ഥലം കൊടുക്കണം, മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമുക്ക് എക്സാമിന് വരില്ല എന്ന് വിചാരിക്കുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. തൽക്കാലം നമുക്കത് ഒഴിവാക്കി മാറ്റാം മിസ്. പക്ഷെ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്ന് പറഞ്ഞു കേട്ടോ. യെസ്, അടുത്തത് നമ്മുടെ ഗർ എന്ന് പറഞ്ഞിട്ടുള്ള കഥയായിരുന്നു. ഓർമ്മയില്ലേ? ഫർഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായകൻ ഉണ്ടായിരുന്നു, ഒരു വീട് മനോഹരമായിട്ടുള്ള. ആ ചാപ്റ്ററിൽ നിന്നിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഗർ കഹാനിക്ക യഹ് അംശ് പഠേ. ഈ ഒരു ഭാഗം വായിച്ചിട്ട് 7 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അംശ്. ആ ഒരു ഭാഗം ഇതാണ്. 2 ലൈൻ തന്നിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. എന്താണ്? क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं? पिन्नेओ पर वो तो केवल रात में रहने के लिए यहाँ आते हैं, उसमें भी ज्यादातर समय सोए रहते हैं. ആ ചാപ്റ്ററിൽ നിന്നിട്ട് ഒരു കുഞ്ഞു ഭാഗമാ തന്നിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ആ വീട്ടിലേക്ക് ആ ഫർഹാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എപ്പോഴെങ്കിലും ഒക്കെ വരുള്ളൂ, വന്ന് ഡ്രസ്സ് മാറ്റി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യാറ്. അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? 7ാമത്തെ पर वो तो केवल रात में रहने के लिए यहाँ आते हैं. പക്ഷെ അദ്ദേഹം രാത്രി മാത്രമാണ് ആ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? യഹാം വോ കോൻ ഹേ. ഇവിടെ ഈ വോ എന്ന് പറയുന്നത് ആരാണ്? കണ്ടോ, ഈ വോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നല്ല ബ്ലാക്ക് ആക്കി ഡാർക്ക് ആക്കി എഴുതി തന്നിട്ടുണ്ട്. വോ എന്ന് പറഞ്ഞാൽ കോൻ ഹേ. കോൻ എന്ന് പറഞ്ഞാൽ ആര്? ആരാണ് എന്നാ ചോദിച്ചത്? വോ ആരായിരുന്നടാ? ആരുടെ വീടായിരുന്നടാ അത്? നമ്മുടെ ഫർഹാദിന്റെ വീടല്ലായിരുന്നോ? ഫർഹാദ് ആണ് ആൻസർ. ദേ ഒരു മാർക്കാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് വരുന്നത്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അതേ പാരഗ്രാഫ് നിന്നിട്ടുള്ള നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യനും ആ സെയിം പാരഗ്രാഫ് നിന്നാണ്.
ഇസ് കഹാനി കെ ലിയേ ഗർ ശീർഷക് കഹാം തക് ഉചിത് ഹേ അപ്നാ വിചാർ ലിഖേ. അതായത് ഈ കഹാനിക്ക് കഥയ്ക്ക് ഈ ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് എത്രത്തോളം മാച്ച് ആണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ വിചാരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ എന്തായിരുന്നു? ആ വീട്ടില് ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ഫർഹാദ് എന്തായിരുന്നു? ഒരു വളരെയധികം ജീവജാലങ്ങളെ ഒക്കെ സ്നേഹിക്കുന്ന, ഒരു പരസ്പരം സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അതിനെ കൊണ്ടാണ് ആ ചാപ്റ്ററിന് ഗർ എന്ന പേര് മാച്ച് ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടില്, അദ്ദേഹത്തിന്റെ ഗറിൽ എന്താണ്, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിച്ചോളൂ, മനസ്സിലാവും. സെറ്റ് അല്ലേ? അതെ, നിങ്ങൾക്ക് അങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നത്. പാരഗ്രാഫ് തരും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അടുത്ത പാരഗ്രാഫ് തരും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. പിന്നെ ഒരു കവിത വരും, കവിതയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അങ്ങനെയൊക്കെയാ വരുന്നത്. യെസ്, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. संकेतों की सहायता के फरहाद की ചരിത്ര വിശേഷതാവോ പർ ടിപ്പണി ലിഖേ. എന്താണ് ചരിത്രഗത് വിശേഷതാവോ? നമ്മുടെ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ചാ ചോദിച്ചിരിക്കുന്നത്. ഫർഹാദ് ഈ ചാപ്റ്ററിൽ നിന്ന് ഗർ എന്ന ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ ആയിരുന്നു അല്ലെ? യെസ്. എന്താണ്, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. 1 2 3 4 5 5 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഫർഹാദിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഗർമേം അഗേലെ രഹ്നേവാല, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു. ശാന്ത് സ്വഭാവ് രഹ്നേവാല, ശാന്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടുള്ള ആളായിരുന്നു. പിന്നെന്താ? സഹജീവിയോം സേ സഹിഷ്ണുത, അതായത് മറ്റുള്ള ജീവികളോട് ഭയങ്കര സഹിഷ്ണുതയോടെ കൂടി ജീവിക്കുന്ന ആളായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഫർഹാദിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. നിങ്ങൾക്ക് ഓരോരോ പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റുകൾ നിങ്ങൾ വലുതാക്കി വലുതാക്കി എഴുതിയാൽ മതി. ക്യാരക്ടർ സ്കെച്ച് 4 മാർക്കാണ്. കണ്ടോ? സെറ്റ് അല്ലേ? നിങ്ങൾക്ക് പോയിന്റ് തന്നിട്ടുണ്ട്, അത് വലുതാക്കി എഴുതിയാൽ മതി. ബുദ്ധിമുട്ടൊന്നുമില്ല. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ബഹുദിനോം കെ ബാദ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഒരു കവിതയുടെ അംശമാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് 10ഉം 11ഉം ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് കവിതയുടെ ഭാഗം. കവിതയുടെ കുറച്ച് ലൈൻസാ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? 10ാമത്തെ, ഈ ആശയവാലി പംക്തിയാം കവിതാംശേ ചുൻകർ ലിഖേ. എന്താണ്? ഈ ആശയം വരുന്ന വരി കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ. ഈ ആശയമാണ് നിങ്ങൾക്ക് ഇവിടെ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ആശയം, അതൊരു അർത്ഥമാണ്. അർത്ഥം എന്താന്ന് ആദ്യം വായിച്ചു നോക്കണം. കവി മെഹനത്തി ഗ്രാമീൺ ബാലികാओं की മധുർ ഗീത് സുൻപായ. എന്താ പറഞ്ഞിരിക്കുന്നത്? കവി എന്താണ് ആ ഗ്രാമത്തിലെ എന്താണ് നെല്ല് കുത്തുന്ന കോകിലമാരുടെ മനോഹരമായ ഗീതം കേട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഈ കവിതയുടെ ഈ ലൈനുകൾ നോക്കുക. അവിടെ കണ്ടോ ലൈൻസ് കൊടുത്തിരിക്കുന്നത്? ആ ലൈൻസിൽ ഏതാണ് അത് നോക്കുക. നെല്ല് കുത്തുന്നവരുടെ ശബ്ദം, പാട്ട് കേട്ടു എന്ന് പറയുന്ന ലൈന് ഏതാണ് എന്ന് നോക്കുക. ഇതല്ലായിരുന്നോ? ദേ, ദാൻ കൂട്ടി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. എന്താണ്? മേം ജീവർ സുൻപായ. എന്താണ്? ഞാൻ മനസ്സ് നിറയെ നെല്ല് കുത്തുന്ന ആ സ്ത്രീകളുടെ, ബാലികമാരുടെ മധുരമായ ഗീതം കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ലൈന്. അപ്പൊ നിങ്ങളുടെ അടുത്തത് ലൈൻ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. പംക്തിയാം എന്ന് പറഞ്ഞാൽ വരിയാണ്. പംക്തിയാം എന്ന് പറഞ്ഞാൽ വരിയാണ്. വരി നിങ്ങളുടെ അടുത്ത് എഴുതാനാ പറഞ്ഞത്. ഈ വരിയാണ്. ഈ വരി നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ 2 ലൈൻ എഴുതി കഴിഞ്ഞാൽ, ഈ 2 ലൈൻ എഴുതിയാൽ 2 മാർക്കാ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? 11ാമത്തെ ക്വസ്റ്റ്യൻ, വാക്യ വിസ്താർ കരേ. യെസ്, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഇതുവരെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് വേറൊരു മോഡലിലായിരുന്നു. മിസ് പറഞ്ഞേറ്റ അത് എങ്ങനെയാണെന്ന്. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാറില്ലേ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെ ഫിൽ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി. ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. അത് ഏതായിരുന്നു? വാക്യ പിരമിഡ് പൂർത്തി കരോ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറില്ലേ മക്കൾക്ക്? ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ചെറുതായിട്ടൊന്ന് ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ട്, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മിസ്സിന്റെ മക്കൾ ആരും കൺഫ്യൂഷൻ ആവണ്ട. ഇതാണ് അത് സംഭവം. വാക്യ പിരമിഡ് ആണ് ചോദിക്കുന്നത്. അതെന്താക്കി അവര്? വാക്യ വിസ്താർ കരയം എന്നാക്കിയിട്ടുണ്ട് ആര്? നമ്മുടെ SCERT. വാക്യ വിസ്താർ കരയും. വാക്യങ്ങളെ വിസ്തരിച്ച് വലുതാക്കി എഴുതുക. നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വാക്കുകള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എടുത്തെഴുതി വലുതാക്കി എഴുതണം. മേനെ സുന എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കേട്ടു. അപ്പൊ ഇതിൽ അടുത്ത വേർഡ് ഇതാ ഗീത് എന്ന് എടുത്തെഴുതുക. ഗീത് മേനെ സുന, അതിവിടെ എഴുതുക. ഗീത് മേനെ സുന. മനസ്സിലായോ നിങ്ങൾക്ക്? വേർഡ് പിരമിഡ് എഴുതിയ പോലെ തന്നെയാണ്. അടുത്തത് എന്താണ്? ബഹുദിനോം കെ ബാദ്. അടുത്ത എഴുതാം. ബഹുദിനോം കെ ബാദ് ഗീത് മേനെ സുന. ഓക്കെ അല്ലേ? ബഹുദിനോം കെ ബാദ്
ഗീത് മേനെ സുന. അടുത്തത് കിഷോരിയോം ക എന്ന് കൊടുക്കാം. എന്താണ്? ബഹുദിനോം കെ ബാദ് കിഷോരിയോം ക ഗീത് മേനെ സുന. മനസ്സിലായല്ലോ? വേർഡ് പിരമിഡ് എഴുതുന്നത് പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇനി വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ എന്തോ ആണെന്ന് വിചാരിച്ച ആരും ടെൻഷൻ അടിക്കണ്ട, എഴുതാതെ നിൽക്കരുത് മക്കളെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. വേർഡ് പിരമിഡ് ആണ് ഇത്. ഇതേപോലെ തന്നെ ട്രയാങ്കിൾ ആണ് കേട്ടോ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും? നെക്സ്റ്റ് നോക്കിയേ. യെസ്, झटपट और नटखट कहानी का यह अंश पढ़ें. അടുത്ത ചാപ്റ്റർ ഏതായിരുന്നടാ? झटपट और नटखट ആയിരുന്നു ആ ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ഒരു സെന്റൻസ് വായിക്കണം. എന്നിട്ടോ 12ന്റെയും 13ന്റെയും ആൻസർ നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് നോക്കിയോ, ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? സഹി വാക്യ ചുൻകർ ലിഖേം എന്ന് പറഞ്ഞാൽ ശരിയായ വാക്യം, ശരിയായത് എടുത്ത് കണ്ടുപിടിച്ച് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതില്? മാം മുസ്കുരാ രഹാ ഹേ, മാം മുസ്കുരാ രഹേ ഹേ, മാം മുസ്കുരാ രഹി ഹേ, മാം മുസ്കുരാ രഹി ഹൂ. നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അതെങ്ങനെയാ മനസ്സിലാക്കുക? ക്ലിയർ ആണ്. അതിന്റെ ആൻസർ വരുന്നത് ഇതാണ്, മൂന്നാമത്തതാണ്. അത് എന്തുകൊണ്ടാ? മാം എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അമ്മയാണെടാ. അമ്മയെ നമ്മൾ ബഹുമാനത്തോടു കൂടിയല്ലേ കാണുന്നത്, സംസാരിക്കുന്നത്. അപ്പൊ എന്ത് കൊടുക്കണം? രഹി എന്ന് കൊടുക്കണം. രഹി എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് രഹി എന്ന് പറയുന്നത്. രഹി എന്ന് കൊടുക്കുക. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? വീണ്ടും നിങ്ങൾക്ക് MCQ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഓപ്ഷൻസ് തരും. അതൊന്നും ഒരെണ്ണം എടുത്ത് എഴുതാൻ പറയുന്നതാണ് MCQ കേട്ടോ. യെസ്, 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഉപയുക്ത പ്രസംഗ് पर മാം और झटपट की बातचीत लिखे. അതായത് ഈ തന്നിട്ടുള്ള ഈ ഒരു പാരഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അടുത്ത് അമ്മയും झटपटും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? കോൺവെർസേഷൻ ഒക്കെ മിസ് ഓൾറെഡി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോൺവെർസേഷൻ എഴുതുക? അമ്മയും झटपट വലിയ ആളായിരുന്നു, അവനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഇനി ഇവിടെ ദേ ഓർ ക്വസ്റ്റ്യൻ വന്നു. നിങ്ങൾക്ക് 13ാമത്തെ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം. അറിയുന്ന ഒരെണ്ണം എഴുതി വെച്ചോ. എന്താണ്? स्कूल के रास्ते के अनुभवों का जिक्र करते हुए मित्र के नाम झटपट का पत्र लिखे. എന്താണ്? സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ അനുഭവങ്ങള്, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ झटपट എന്താ ചെയ്യുന്നത്? അവന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ലെറ്റർ അയക്കുകയാണ്. പത്ര എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ് കേട്ടോ. മിസ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടടാ, ലെറ്റർ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാമെന്ന്, ലെറ്റർ എങ്ങനെ കൊടുക്കണം ക്ലിയർ ആയിട്ട് എന്ന് മിസ് ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കണ്ടോളൂ. ലെറ്റർ എഴുതാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. സെറ്റ് അല്ലേ? അപ്പൊ झटपटും നട്ട്കട്ടും ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 4 മാർക്കായിരുന്നു അതിന് കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് അറിയുന്ന ഒരെണ്ണം, നന്നാക്കി അറിയുന്ന ഒരെണ്ണം നിങ്ങൾ എഴുതിക്കോ. നെക്സ്റ്റ് ഇതേ വീണ്ടും നിങ്ങൾക്ക് ആ ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമുക്കത് തൽക്കാലം മാറ്റി വെക്കാം. പക്ഷേ മിസ് ഒരു കാര്യം പറയാം. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഇത് വന്നിട്ടുള്ളത് ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരും. എങ്ങനെയാണ് നോക്കിയോ? ഇതെന്താ അറിയോ ക്വസ്റ്റ്യൻ? പഹ്ചാൻ കർ ലിഖേ കി കോൻ സാ ക്രം സഹി ഹേ. എന്താണ് പറഞ്ഞിരിക്കുന്നതെടാ? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നിങ്ങളുടെ അടുത്ത് ഏത് ക്രമമാണ് ശരി എന്ന്, ഏത് ക്രമം, ഓക്കെ, ഏത് ക്രമമാണ് ശരി എന്ന് കണ്ടുപിടിച്ച് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാറില്ലടാ. അതായത് ഇങ്ങനെ നിങ്ങൾക്കൊരു മാച്ച് ദി ഫോളോയിങ് വരാറില്ലേ? നിങ്ങൾ ചെയ്യാറില്ലേ? ഇങ്ങനെ വരച്ച് ഇത് ഇവിടെയാണ് മാച്ച്, ഇങ്ങനെയാണ് എന്ന് ചെയ്യാറില്ലേ? ആ ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ വരയ്ക്കുന്നതിന് പകരം ഇവിടെ എന്താണ്? ഈ ലെറ്റേഴ്സ് കണ്ടോ നിങ്ങള്? ഛ, ഝ, ജ, ലെറ്റേഴ്സ് കണ്ടോ? ആ ലെറ്റേഴ്സ് ആണ് മക്കൾ നോക്കേണ്ടത്. ലെറ്റർ ആണ് ദേ ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 4 ബോക്സിൽ കൊടുത്തത്. ഇവിടെ ശരിയായിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ മാച്ച് ചെയ്യണം. ഇങ്ങനെ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ലെറ്റേഴ്സ് നോക്കുക. ഈ ലെറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാന്ന് അറിയോടാ? ഈ മൂന്നാമത്തേതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നോക്കിയേ, ഈ ചായും ഈ ദായും കാണുന്നില്ലേ? ഇവിടെ ഏതാ? ഈ ചായാണ്. നോക്കണേ, ദാ ഈ ചായാണ്. ഇതും പിന്നെ ദാ ഇതും, ഇത് രണ്ടുമാണ് ഇവിടെ മാച്ച് ചെയ്യേണ്ടത് അല്ലേ? എന്താണ് നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റർ ആണത്. പോട്ടെ, നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ വരും കേട്ടോ. മനസ്സിലായോ? പിന്നെ എന്താണ് ഇതാ ച എന്നും ദാ എന്നും, അതായത് ഈ ചായും ഈ ദായും ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ഈ ലെറ്റർ ആണ് നോക്കേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ലെറ്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? യെസ്.
യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താടാ? നിങ്ങൾക്ക് ഒരു കവിതാംശ്, ഒരു കവിതയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യന് മാത്രം ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 4 മാർക്കാണ്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. 4 മാർക്കാണ്. നിങ്ങൾ ഒറ്റ ക്വസ്റ്റ്യൻ അല്ലേ എഴുതാൻ പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് അലമ്പ് കളിച്ച് എഴുതരുതടാ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു കവിത തന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കവിതാംശ് കാ ആശയ ലിഖേ. കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഒരു ആസ്വാദന ടിപ്പണി നമ്മൾ എഴുതുമല്ലോ, അതേപോലെ ഒരെണ്ണം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ മക്കൾ എന്ത് എഴുതണം? ഒരു ഹെഡിങ് കൊടുക്കുക. കവിതയുടെ ഹെഡിങ് തന്നെ നിങ്ങൾ ആസ്വാദന ടിപ്പണിക്ക് കൊടുത്തോ. എന്നിട്ട് ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എഴുതുന്ന ആ ലേഖനത്തിൽ, ആ ഒരു കുറിപ്പില് എന്ത് കൊടുക്കണം? ഈ കവിത ആരാണ് എഴുതിയത് എന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈ വരികളെ കുറിച്ചിട്ടൊക്കെ എഴുതാം. ഇതാണ് നിങ്ങളുടെ പുതിയൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഒരെണ്ണം മിസ് പറഞ്ഞു നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഏതായിരുന്നു? ആ വാക്യ പിരമിഡ്, വേർഡ് പിരമിഡ് ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ ഈ വട്ടം മുതൽ ഇങ്ങനെയാണെന്ന് മിസ് പറഞ്ഞല്ലോ. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നടാ. ഓക്കെ അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി ഇങ്ങനെ ട്രയാങ്കിൾ കാണില്ല. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് നിങ്ങൾ കാണില്ല. ഇതാണ് കാണുക, വാക്യ വിസ്താർക്കരെ. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഏതാ എന്നാ മിസ് പറഞ്ഞിരിക്കുന്നേ? ഈ ഒരു ബോക്സ് ആയിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുത്ത് മാച്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് വരും എന്ന് മിസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഈ ലെറ്റേഴ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലെറ്റേഴ്സ് ആണ് ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ 2 ക്വസ്റ്റ്യനും മക്കൾ നന്നാക്കി ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്താ മൾട്ടിപ്പിൾ ചോയ്സ് വരും. അതായത് ഓപ്ഷൻസ് ഇതേപോലെ ഓപ്ഷൻസ് തന്നിട്ട് അത് മാർക്ക് ചെയ്യാൻ പറയും. ക്ലിയർ അല്ലേ? കുറച്ച് മാറ്റങ്ങളെ നിങ്ങൾക്ക് വന്നിട്ടേ ഉള്ളൂ. എല്ലാവരും നന്നാക്കി പഠിക്കുക കേട്ടോ. എക്സാമിന് എല്ലാവരും നന്നാക്കി പഠിക്കാൻ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻസറും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് എല്ലാവരും കണ്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോടാ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്.